പ്രാരംഭ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലിയഴിക്കുവാൻ തിരുമനസ്സായ കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവൻ ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. പിലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെ കുരിശ് വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങേ അനുഗമിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണെന്ന് ഞങ്ങൾ അറിയിച്ച കർത്താവെ, ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പഠിപ്പിക്കണമേ. നാസറത്ത് വെച്ച് ഈശോ അനുഭവിച്ച മറികമായ ഹൃദയവേദനയോട് ചേർത്ത് വെച്ച് നമുക്കും പ്രാർത്ഥിക്കാം. മനുഷ്യരുടെ മുമ്പിൽ അപമാനിക്കപ്പെടുവാൻ ദൈവം തിരുമനസ്സായപ്പോൾ മനുഷ്യരുടെ മുമ്പില് വലിയ പരിശുദ്ധിയും മഹത്വത്തോടു കൂടെ തന്നെയാണ് പിലാത്തോസിന്റെ മുമ്പിലായിരിക്കുന്നെങ്കിലും ഈശോയെ തന്നെ മനുഷ്യകുലത്തിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞു. പിന്നീട് അതിനു വേണ്ടി എത്രത്തോളം ആ സമർപ്പണം പൂർത്തീകരിക്കാമോ അത്രത്തോളം സമർപ്പണം പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈശോ അവിടെ പ്രതിസന്ധികളുടെ നടുവിൽ മൗനം അവലംബിക്കുകയും എല്ലാ അപമാനങ്ങളും സ്വയം സ്വീകരിക്കുകയും എല്ലാ നിന്ദനങ്ങളും എല്ലാ വിധിയും എല്ലാ നാവുകളുടെയും ദുഷ്ടതയുടെയും എല്ലാ പാപകടങ്ങളുടെയും മേഖലകളിലുള്ള എല്ലാ പരിഹാരവും ഈശോ തന്റെ ശരീരത്തില് ആത്മാവില് സ്വീകരിച്ചു കഴിഞ്ഞു. അവിടെ ഈശോ മൗനമാണ് ഈശോയുടെ ആയുധം. പിലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പിലാത്തോസ് ആ സമൂഹത്തിന്റെ രാജാവാണെങ്കിലും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജാവിന്റെ മുമ്പിലാണ് പിലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നതെന്ന് പിലാത്തോസിന് അറിയില്ലായിരുന്നു. ഇവിടെ പറയുന്നുണ്ട്, നിന്നെ ഏൽപ്പിച്ചു തന്നവന്റെ കുറ്റമാണ് അതിനേക്കാൾ മാരകം. പിലാത്തോസിന്റെ കരങ്ങളിലേക്ക് ആ കൊട്ടാരത്തിലേക്ക് ശിക്ഷയ്ക്ക് വിധിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ആ ദുഷ്ടഹൃദയങ്ങളും ചിന്തകളും ബുദ്ധികളും ഉണ്ടല്ലോ, അവരാണ് നിന്നേക്കാൾ കൂടുതൽ പാപം ചെയ്യുന്നത് എന്ന്. അപ്പോൾ നമ്മുടെ ജീവിത മേഖലകളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ചില ജീവിത സാഹചര്യങ്ങളുടെ വ്യക്തികളുണ്ടാവാം, സംഭവങ്ങൾ, പ്രവൃത്തികളൊക്കെ ചിലപ്പോ നമുക്ക് നീതി ഉണ്ടാവും. നീതി ഉണ്ടായിട്ട് നമുക്ക് നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ പിതാവായ ദൈവം പുത്രനായ പരിശുദ്ധിയുടെ മുമ്പിൽ എത്രത്തോളം മൗനം ആലംബിച്ചുകൊണ്ട് ആ നിന്ദനങ്ങൾ അപമാനങ്ങളെ ഏറ്റെടുത്തു. നമുക്ക് വേണ്ടി സഹിക്കുവാനായിട്ട് ഈശോ ഏറ്റെടുത്ത ആ സഹനങ്ങളുടെ മുമ്പിൽ ഈ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള നിന്ദനങ്ങളും അപമാനങ്ങളും അവഗണനകളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളൊക്കെ വളരെ നിസ്സാരമായി കരുതുവാൻ ഈശോ നമുക്ക് വേണ്ടി അവിടെ മൗനം അവലംബിച്ചുകൊണ്ട് മൗനമായി നിന്നുകൊണ്ട് ആ സഹനങ്ങളെ ബോധപൂർവം അതിൽ കൂടി വലിയൊരു കൃപ നമുക്ക് വേണ്ടി ആ മൗനം അവലംബിക്കേണ്ട ഒരു സ്ഥലത്ത് മൗനമായിരിക്കുവാൻ ദൈവം നമ്മളെ ക്ഷണിക്കുന്ന ഒരു വലിയ കൃപയാണ്. ആ മേഖലകളെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജയന്തി. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പീലാത്തോസിന്റെ മുൻപിൽ നിൽക്കുന്നു. അവിടുത്തെ ഒന്ന് നോക്കുക. ചമ്മട്ടി അടിയേറ്റ ശരീരം, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് എല്ലാം നിശബ്ദനായി സഹിക്കുന്നു. എന്റെ ദൈവമായ കർത്താവെ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശ് മരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെപ്പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അവരുടെ ഉദ്ദേശത്തെപ്പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ഓർമ്മത്തിൽ വീഴ്ചയിടയാകണമേ. ദുഷ്ടമായ രൂപയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലത്ത് വെച്ച് ഈശോ തന്റെ ജീവിതത്തില് ഏൽപ്പിച്ച ദൈവീകമായ പദ്ധതികളുടെ കുരിശ് ചുമന്നുകൊണ്ട് മനുഷ്യകുലത്തിന് വേണ്ടി മുന്നോട്ട് നയിക്കപ്പെടുന്ന സമയമാണ്. പ്രത്യേകമായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവിത ഭാരങ്ങളുടെ കുരിശുകള് വഹിക്കുവാൻ ശക്തിയില്ലാതെ പോകുമ്പോൾ നമുക്ക് ഈശോയെ നോക്കാം. ഈശോ പരിശുദ്ധനായിരുന്നു. ഈശോ സ്വർഗത്തിന്റെ മഹത്വത്തില് സർവമാലാഖമാരുടെയും സ്തുതി കീർത്തനങ്ങളുടെ നടുവില് അവിരാമം എപ്പോഴും സ്തുതികളാൽ കീർത്തനങ്ങളാലും സ്തുതിക്കപ്പെടുന്ന ഈശോ മനുഷ്യന്റെ മുമ്പില് എത്രമാത്രം നീചമായി അപമാനിക്കപ്പെടുകയും ഈ ലോകത്തിന്റെ സർവപാപങ്ങളും ഇനി ജനിക്കാനിരിക്കുന്നതും ജനിച്ചു കഴിഞ്ഞതും മരിച്ചതുമായ സർവ മനുഷ്യരുടെയും പാപകടങ്ങള് സ്വന്തം ആഗ്രഹപ്രകാരം പിതാവായ ദൈവം ഏൽപ്പിച്ച പദ്ധതിയിൽ പൂർത്തീകരിക്കുവാനായിട്ട് ഈശോ തന്റെ ശരീരവും ആത്മാവും വിട്ടുകൊടുക്കുമ്പോൾ നീചരുടെ കരങ്ങളിലാണ്, ദുഷ്ടരുടെ കരങ്ങളിലാണ്, കഠിനഹൃദയങ്ങളുടെ കരങ്ങളിലാണ് ഈശോ വിൽക്കപ്പെട്ടു എന്ന് പറയാം. പാപങ്ങൾക്ക് വേണ്ടി വിൽക്കപ്പെട്ടു. എന്തിനാ? പാപികൾക്ക് വേണ്ടി പാപികളുടെ ജീവൻ വീണ്ടെടുക്കുവാൻ സ്വന്തം പരിശുദ്ധിയെ വിൽക്കപ്പെട്ട സമയങ്ങൾ. 24 മണിക്കൂർ ഈശോ തന്റെ മഹത്വത്തെ മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി ദുഷ്ടന്റെ കരങ്ങളിൽ വിൽക്കപ്പെട്ട അവസ്ഥ. ഈശോയെ ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി പുരുഷന്റെ ഭാരം അതിനേക്കാൾ ഭീകരവും ഭയാനകവുമായ ഭാരം ലോകം മുഴുവന്റെയും പാപങ്ങളുടെ ഭാരമായിരുന്നുള്ളത് വഹിക്കുവാൻ ഈശോ ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി, ഞങ്ങളോടുള്ള കരുണയെ പ്രതി, ഞങ്ങളോടുള്ള സംരക്ഷണം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ആത്മാവ് സ്വന്തം രാജ്യത്തിലേക്ക്, സ്വന്തം മക്കളെ സ്വന്തം രാജ്യത്തിലേക്ക് എത്തിക്കുവാൻ ദൈവം അനുഭവിച്ച ഓരോ വേദനകളുടെ യോഗ്യതകളെ പ്രതി ചില കുഞ്ഞു കുഞ്ഞു കുരിശുകൾ പോലും ഞങ്ങൾ അവഗണിച്ചു കളയുന്നു. കുഞ്ഞു കുഞ്ഞു കുരിശുകളോട് ഞങ്ങൾ മത്സരിക്കുന്നു. കലഹവും ഭിന്നതയും മത്സര്യവും മറ്റു കുറ്റപ്പെടുത്തലുകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഈശോയെ അങ്ങയുടെ കുരിശിനെ തന്നെയാണ് ഞങ്ങൾ ഉപേക്ഷിക്കുന്നത്. അങ്ങ് പരിശുദ്ധിയായി കരുതിയ ഞങ്ങളുടെ പാപം നിറഞ്ഞ ജീവിതത്തെ ഏറ്റവും ചേർത്ത് പിടിച്ച് അങ്ങയുടെ തോളിലിരിക്കുന്ന കുരിശ് അങ്ങ് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഏറ്റവും ഭയാനകമായ അവസ്ഥയിലേക്ക് പോകുമായിരുന്നിട്ടും ഞങ്ങളെ വീണ്ടെടുത്തത് ഈ കുരിശ് വഴിയായിരുന്നല്ലോ. ഈശോയെ കുരിശോട് ചേർന്ന് സഞ്ചരിക്കുവാനുള്ള കൃപയും ശക്തിയും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാം സ്ഥലം ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു. ഈശോയുടെ ചുറ്റും നോക്കുക. സ്നേഹിതന്മാർ ആരുമില്ല. യൂദാസ് അവിടുത്തെ ഒറ്റിക്കൊടുത്തു. പത്രോസ് അവിടുത്തെ പരിത്യജിച്ചു. മറ്റു ശിഷ്യന്മാർ ഓടി ഒളിച്ചു. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ എവിടെ? ഓശാന പാടി എതിരേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു. ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസവാക്ക് പറയുവാനോ അവിടെ ആരുമില്ല. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു. വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ, എന്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധാത്മാവിന്റെ ദൃഷ്ടികൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. ഒന്നാം സ്ഥലത്ത് വെച്ച് ഈശോ ധാരണമായ വേദനയോടുകൂടെ വീഴുന്ന സമയമാണ്. പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധമായ ശരീരം ഈ ഭൂമിയിൽ ഭയാനകമായ വിധത്തില് വീഴുമ്പോൾ ഈശോയുടെ ആ സഹനങ്ങളോട് ഐക്യപ്പെടുവാൻ നമുക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞു അപമാനങ്ങൾ, നമ്മുടെ ഈഗോസ്, നമുക്ക് ഒരുപാട് ഈഗോയുള്ള മനുഷ്യരാണ്. മനുഷ്യർ ഒത്തിരി ഈഗോയാണ്. പെട്ടെന്ന് ആത്മീയ മനുഷ്യരുടെ ഇടയിലും ഭൗതിക മനുഷ്യരുടെ ഇടയിലും ഞാനെന്ന ഭാവത്തിന് ഒരു കുറവുമില്ലാത്ത ജീവിതമാണ് മനുഷ്യരുടേത്. ആ മേഖലകളെല്ലാം ദൈവം അങ്ങനെ ഒരു ചിന്തയിൽ കൂടിയാണ് കുരിശ് എടുത്തിരുന്നെങ്കിൽ ഈശോ കുരിശ് ഉപേക്ഷിക്കാമായിരുന്നു. ഈശോ ഒരു വാക്കുകൊണ്ട് പറഞ്ഞുകൊണ്ട് തന്റെ മഹത്വത്തിന്റെ ശക്തി ഭൂമിയിലെ ഓരോ നികൃഷ്ട ജീവിതങ്ങളിടയിലും തന്റെ മഹത്വത്തിന്റെ ശക്തി പ്രകടമാക്കാമായിരുന്നു. ഈശോ അത്രമാത്രം എളിമയോടുകൂടെയാണ് ഈശോ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി സ്വീകരിച്ചത്. ഒരു സഹനവും എളിമയോടുകൂടെ സ്വീകരിക്കുമ്പോഴാണ് വിശുദ്ധിയുടെ പൂർണ്ണത സംഭവിക്കുന്നത്. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. എളിമയോടുകൂടെ സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ വിശുദ്ധിയുടെ പൂർണ്ണതയിലെത്തുവാൻ ഒരു ആത്മാവിനെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവിന് വളരെ എളുപ്പമാണ്. ഇവിടെ ഈശോ നമുക്ക് വേണ്ടി സഹിക്കുമ്പോഴും സ്വീകരിച്ചത് സ്നേഹത്തോടു കൂടെ ആയതുകൊണ്ട് സഹനങ്ങളുടെ ഭീകരതയുടെ മുമ്പിലും ഈശോ വീഴുമ്പോഴും ആ വീഴ്ചകൾക്ക് കാരണമായ പാപ മേഖലകളെ പിതാവായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈശോ നമുക്ക് വേണ്ടി ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ഒത്തിരി സഹിക്കുന്നവരാണെങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ഞാനെന്ന ഭാവത്തിന് ഒരു കുറവുമില്ലാത്ത അവസ്ഥയില് ഈശോ എളിമയുടെ പാഠം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്കത് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഈശോ തളർന്നു പോകുന്ന ഒത്തിരി അവസരങ്ങള് നമ്മൾ ഈശോയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം ഈശോയോട് മാപ്പ് ചോദിച്ച് കരുണയാഴ്ച പ്രാർത്ഥിക്കാം. മൂന്നാം സ്ഥലം. ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ ലോകത്തെ രക്ഷിച്ചു. കല്ലുകൾ നിറഞ്ഞ വഴി, ഭാരമുള്ള കുരിശ്, ക്ഷീണിച്ച ശരീരം, വിറയ്ക്കുന്ന കാലുകൾ. അവിടുന്ന് മുഖം പൊത്തി നിലത്ത് വീഴുന്നു. മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു. യൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു. പട്ടാളക്കാർ അടിക്കുന്നു. ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്നു. അവിടുന്ന് മിണ്ടുന്നില്ല. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി. എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടിയൊളിക്കുവാൻ ഇടമില്ല. എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല. അവിടുന്ന് നമ്മുടെ ഭാരം ചുമക്കുന്നു. നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചു. കർത്താവേ, ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട്. പലപ്പോഴും കുരിശോടുകൂടെ ഞാനും നിലത്ത് വീണു പോകുന്നു. മറ്റുള്ളവർ അത് കണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കർത്താവേ, എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കുരിശ് വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും. കർത്താവെ അനുഗ്രഹിക്കണമേ. തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലത്ത് വെച്ച് തന്റെ മാതാവിനെ, ആ മഹത്വത്തിന്റെ അമ്മയെ ആ വേദനയോട് അപമാനാവസ്ഥയില് ഈശോ കാണാനായിട്ട് ഇടയാക്കുന്ന അവസ്ഥയില് ഈശോ വളരെ വേദന അനുഭവിക്കുന്നുണ്ട്. കാരണം സ്വന്തം അമ്മയുടെ മുമ്പിൽ മാത്രം അപമാനിക്കപ്പെടുന്ന ഒരവസ്ഥയില് ഈശോ നിൽക്കുന്നു.
അതുപോലെ തന്നെ ഈശോയുടെ യഥാർത്ഥ രൂപവും ഭംഗിയും ആ അനുഗ്രഹപ്പെട്ട ആ മേനിയുടെ ആ പരിശുദ്ധിയും ഒക്കെ മനുഷ്യന്റെ കഠിന ഹൃദയം മൂലം ഭീകരമായ മുറിവുകളാല് ഉഴുതുമറിച്ച ശരീരം പോലെ, ഉഴുതുമറിച്ച നിലം പോലെ ഈശോയുടെ ശരീരം ആക്കി വെച്ചു കൊടുക്കുമ്പോൾ അത് സ്വന്തം അമ്മ കാണാനായിട്ട് ഇടയാവുന്ന സമയങ്ങളെല്ലാം നമുക്കറിയാം. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഭീകരമായ മുറിവുകളോടുകൂടി നമുക്ക് കാണേണ്ടി വരുമ്പോൾ നമ്മുടെ ഹൃദയം ഒരമ്മ എന്നൊരവസ്ഥയിലായിരിക്കുമ്പോൾ അമ്മയുടെ ഹൃദയം എത്രമാത്രം വേദനിക്കും. ഇത് ഉച്ച മുതൽ ഉള്ളംകാല് വരെ മനുഷ്യന്റെ രൂപം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ തന്റെ മകനെ കാണേണ്ടി വന്ന ദൈവം തന്നെയായ, ദൈവത്തെ ആരാധിച്ച തന്റെ പുത്രൻ തന്നെയാണെങ്കിലും ദൈവമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അമ്മ ഈശോയെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ പോലും സ്വന്തം മകനെ ഒരമ്മയും ആരാധിക്കില്ല. എന്നാൽ പിതാവായ ദൈവം അനുവദിച്ചു കൊടുത്ത ഒരു വലിയൊരു അനുഗ്രഹമാണ് സ്വന്തം മകനെ ആരാധിക്കുവാൻ കിട്ടുന്ന മഹാഭാഗ്യമുള്ള ഒരു അമ്മയ്ക്ക് ഏറ്റവും ദാരുണമായ സഹനങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്ന ആ യാത്രയുടെ മുമ്പിൽ സ്തംഭിച്ചു നിൽക്കുന്ന നിലച്ചു പോകുന്ന വേദനയുടെ മുമ്പിൽ രണ്ട് ഹൃദയങ്ങളും ഒരുമിച്ച് കാണേണ്ടി വന്ന വേദന നമുക്ക് ഓർക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ജീവിതയാത്രകളിൽ കൂടി കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ദൈവം തന്നിട്ടില്ല. എന്നിട്ട് നമ്മുടെ പരാതിയിലും പരിഭവങ്ങളിലും നമുക്ക് ദൈവത്തിന് മുമ്പിലായിരിക്കുന്ന ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു, ഒരുപാട് നിയോഗങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഒരിക്കൽ പോലും ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ഹൃദയത്തില് എന്റെ സ്ഥാനത്തിന്റെ വിലയും ഉന്നതിയും ഒന്നും ഞാൻ മനസ്സിലാക്കിയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒരു സഹനം തരുമ്പോൾ അതിനെ എടുത്തു മാറ്റാനായിട്ടാണ്, നമുക്കതിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ വേണ്ടിയാണ്, നമ്മൾ അതിനെ ഒന്ന് രക്ഷിക്കണേ എന്നൊക്കെ ആയിരിക്കും കൂടുതലും പ്രാർത്ഥിക്കുന്നത്. എങ്കിലും ദൈവത്തിന്റെ ആഗ്രഹം എന്റെ ജീവിതത്തിൽ ഈ സഹനങ്ങൾ വഴി നടക്കണം എന്നതാണ് ആഗ്രഹമെങ്കിൽ അത് സഹിക്കുവാനും അത് ശക്തമായി ഞങ്ങൾക്ക് നേരിടുവാനുള്ള പ്രലോഭനങ്ങൾ അതിജീവിക്കുവാനുള്ള കൃപ തരണമേ എന്ന് വളരെ കുറഞ്ഞ മനുഷ്യർക്ക് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുന്നുള്ളൂ. ഇവിടെ അമ്മ കുരിശിനെ താങ്ങി സഞ്ചരിക്കുമ്പോൾ ഈശോയുടെ ആ ഒരു പരിശുദ്ധമ്മയോട് ചേർന്നുള്ള ആ ചലനം, ഓരോ സ്റ്റെപ്പും വെക്കുമ്പോൾ അമ്മ കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ ശക്തി ഈശോയ്ക്ക് കുരിശ് വഹിക്കുവാൻ കൂടുതൽ സഹായവും കൂടുതൽ ഊർജവും കിട്ടിയിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ്. പരിശുദ്ധമ്മ കൂടെയുണ്ട്. കാരണം അത്രയും സഹിച്ച ഒരു ഹൃദയം ഈ ലോകത്ത് മറ്റൊരു ഹൃദയമില്ല. ആ ഒരു ഹൃദയം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് കുരിശും എടുക്കുവാൻ ശക്തിയുണ്ട് എന്നുള്ളൊരു ബോധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന വലിയൊരു ഉൾക്കാഴ്ച. ഈ ഒരു കൃപ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, അമ്മയോട് ചേർന്ന് ഈ കുരിശിനെ സഹിക്കുവാൻ, നമ്മുടെ കുഞ്ഞ് ജീവിത കുരിശാകുന്ന നമ്മൾ ചിന്തിക്കുന്ന കുരിശുകൾ നാളെ നമ്മുടെ മഹത്വത്തിന്റെ അനുഗ്രഹമാണ്. പ്രാർത്ഥിക്കാം. ലില്ലി സെബാസ്റ്റ്യൻ. 4-ാം സ്ഥലം. ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു. ഞങ്ങൾ അങ്ങയെ പുകഴ്ത്തി ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെയും വീണ്ടും രക്ഷിച്ചു. കുരിശുയാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച. അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു. അവർ പരസ്പരം നോക്കി. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മയുടെ വേദന മകന്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. 40-ാം ദിവസം ഉണ്ണിയെ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവിന്റെ ഓർമ്മയിൽ വന്നു. എൻ്റെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കും എന്ന് പരിശുദ്ധനായ ശിമയോൻ അന്ന് പ്രവചിച്ചു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു. ഈ ലോകത്തിലെ നിസ്സാര സങ്കടങ്ങൾ നമുക്ക് നിത്യഭാഗ്യം പ്രദാനം ചെയ്യുന്നു. ദുഃഖസമുദ്രത്തിൽ മുഴുകിയ ദിവ്യരക്ഷിതാവേ, സ്ഥാനത്തിന്റെ ഏകാന്ത നിമിഷത്തിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ഞങ്ങളുടെയും അങ്ങേ മാതാവിൻ്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്നായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. എന്തെന്ന് വേണ്ടിയാ ക്ഷമിച്ചതുപോലെ നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ. സ്ഥലത്ത് വെച്ച് ശിവയോനി
ദൈവം ഉപയോഗിക്കുന്ന സമയമാണ്. ദൈവമായിട്ട് ശിമയോൻ തന്റെ ജീവിതത്തില് ഒരിക്കൽ പോലും കണ്ടുമുട്ടാത്ത ഒരു വ്യക്തിയെ ഇത്രമാത്രം സഹായിക്കുവാൻ ദൈവം തന്നെ ഉപയോഗിക്കുന്ന അവസരം പലപ്പോഴും നമ്മുടെ ജീവിതയാത്രകളിൽ ഒരിക്കൽ പോലും കാണാത്തൊരു വ്യക്തി നമ്മളെ മോശമായി അവഹേളിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമാണെന്ന് കരുതിയിരിക്കുന്ന ഒരിക്കൽ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൂടി നമ്മൾ സഹനങ്ങൾ സ്വീകരിക്കേണ്ടി വരുമ്പോൾ എല്ലാം മറ്റൊരു ശിമയോനായി മാറുവാൻ ദൈവം അവസരം നൽകുന്നുണ്ട്. കാരണം ശിമയോനും ശിമയോനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. ശിമയോനും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഞാനാവുന്ന ഈ ഭൂമിയിൽ ഒരു തൃണതുല്യമായി ഞാനും ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാനും ശിമയോനും ഒരേപോലെ തന്നെയാണ് ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്. ഓരോരുത്തർക്കും ഓരോ വിളിയും ഓരോ കൃപയും ആണെങ്കിലും തക്ക സമയത്ത് ഉപയോഗിക്കാൻ കിട്ടുന്ന അവസരമാണ് ഓരോ മനുഷ്യരുടെയും മഹത്വത്തെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഇവിടെ ശിമയോൻ ആദ്യം ആ വേദനയും മുറിവുകളും ഒക്കെ കാണുമ്പോൾ ഭയത്തോടുകൂടെ, വേദനയോടുകൂടെ അതിൽ നിന്നും ആ സമയത്തിന്റെ മുമ്പിൽ നിന്നും അല്ലെങ്കിൽ ആ വ്യക്തികളുടെ ക്രൂരമായ കരങ്ങളിൽ ഓടി രക്ഷപ്പെടാനും ഓടി ഒളിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ പിടിച്ചു വലിച്ച് ശിമയോനെ കുരിശു വഹിക്കുവാൻ, കാരണം ഈശോ മരിക്കാൻ പോകുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. അവിടെ ഈശോയോട് സഹതാപമോ സ്നേഹമോ അല്ലെങ്കിൽ മരിക്കരുത് എന്നുള്ള ചിന്ത കൊണ്ടൊന്നുമല്ല, മരണം തന്നെയാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ അവര് ഈശോയുടെ മരണം ആസ്വദിക്കുകയായിരുന്നു. ഇഞ്ചിഞ്ചായി മരിക്കണം, ഇഞ്ചിഞ്ചായി വേദനിക്കണം, ചാകാതെ ചാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഈശോ പോകുമ്പോൾ അവിടെ താങ്ങാനായിട്ട് ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിക്കുകയാണ്. ദൈവത്തിന് തന്റെ ശക്തിയും മഹത്വത്തെ ഒക്കെ വെളിപ്പെടുത്താമായിരുന്നു. എങ്കിലും തൃണതുല്യനായ ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു തരത്തില് ഞാനും നിങ്ങളും തന്നെയാണ്. ശിമയോന്റെ രൂപത്തില് പലപ്പോഴും ഒരു മനുഷ്യനോട് ക്ഷമിക്കുമ്പോൾ, ഒരു മനുഷ്യനെ സഹായിക്കുമ്പോൾ, ഒരു മനുഷ്യനോട് ഒരു പുഞ്ചിരിക്ക് കാരണമാകുന്ന ഒരു വാക്കുകളുണ്ടോ, ഒരു നോട്ടം കൊണ്ടോ ഒക്കെ ഞാനും നിങ്ങളൊക്കെ ആയിരിക്കുമ്പോഴൊക്കെ മറ്റൊരു ശിമയോനായി മാറാൻ ദൈവം അനുവദിക്കുന്നുണ്ട്. ശിമയോന് ദൈവം കൊടുത്ത കൃപയാണ്. നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നന്മ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മിടുക്കോ കഴിവോ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഫലമോ ഒന്നുമല്ല, ദൈവത്തിന്റെ സഹായം മാത്രമാണ്. ദൈവത്തിന്റെ കരുണയും കൃപയുമാണ് അവിടെ പ്രവർത്തിച്ചത്. ഒരു മനുഷ്യനും ഈ ലോകത്ത് സ്വന്തമായിട്ടൊരു നന്മയും ചെയ്യാൻ പറ്റില്ല. അത് ദൈവം തന്നെ സഹായിക്കണം, ദൈവം തന്നെ കൃപ തരണം. അതിന് ശിമയോന് ഉപയോഗിച്ച അനുഗ്രഹ നിമിഷങ്ങളുടെ യോഗ്യത നമുക്ക് കിട്ടുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹമായ സാഹചര്യമോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സാഹചര്യമോ ആയിരിക്കില്ല. ചിലപ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത മേഖലകളിൽ നമ്മൾ കൈവെക്കേണ്ടി വരുമ്പോൾ എളിമയോടുകൂടെ അത് സഹകരിക്കുവാനുള്ള കൃപ തരുവാൻ ദൈവം ഒരുക്കമാണെങ്കിൽ അത് സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയവും ഒരുക്കപ്പെടണമേ എന്ന് അതിന് സാധിക്കാത്ത മക്കളെയും ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മണിയമ്മ. 5-ാം സ്ഥലം. ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു. ഇനി കുരിശോടുകൂടെ മുന്നോട്ട് നീങ്ങുവാൻ ശക്തനല്ല. അവിടുന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചു പോയേക്കാമെന്ന് യൂതന്മാർ ഭയന്നു. അപ്പോൾ ശിമയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു. കെവ്രീൻകാരനായ ആ മനുഷ്യൻ അലക്സാണ്ടറിന്റെയും റോപ്പാസിന്റെയും പിതാവായിരുന്നു. അവിടുത്തെ കുരിശു ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു. അവർക്ക് ഈശോയോട് സഹതാപം തോന്നിയിട്ടല്ല, ജീവനോടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. കരുണാനിധിയായ കർത്താവേ, ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു. എന്നാൽ എന്റെ ഈ ചെറിയ സഹോദരന്മാർ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ഞാനും ശിമയോനെ പോലെ അനുഗ്രഹീതനാകും. അങ്ങേ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അന്നു വേണ്ടി ഞങ്ങളുടെ കരുണ ഞങ്ങളോട് പോലെ ഞങ്ങളുടെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. മാതാവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധിക്കണമേ. ആറാം സ്ഥലത്ത് വെച്ച് വെറോനിക്ക തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ കണ്ടപ്പോ ആ വ്യക്തിയുടെ അനുഭവത്തിന്റെ വേദന മുഴുവനും തന്റെ ഹൃദയത്തെ നടുക്കുന്ന അനുഭവ സമയങ്ങളായി കാണുന്നുണ്ട്. നമുക്ക് പല മനുഷ്യരും നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളുടെ മുമ്പിൽ നിസ്സഹായരാണെന്ന് സ്വയം മരത്തിത്തീർക്കുന്ന ചിന്തകളുണ്ട്. ഒരു മനുഷ്യനെ സഹായിക്കുവാൻ മറ്റുള്ളവരുടെ മുഖത്തേക്കും മറ്റുള്ളവരുടെ സാഹചര്യങ്ങളിലേക്കും നോക്കിയല്ല സഹായിക്കേണ്ടത്. ഞാനായിരിക്കുന്ന അവസ്ഥ എന്താണെങ്കിലും എന്നിൽ കൂടി ദൈവം പ്രവർത്തിക്കുന്ന സമയവും സാഹചര്യവും ബോധപൂർവ്വം ഉപയോഗിക്കുമ്പോഴാണ് ഞാനും നിങ്ങളൊക്കെ മറ്റൊരു വെറോനിക്കയായി മാറുന്നത്. സ്വന്തം ജീവനെ പണയപ്പെടുത്തി മറ്റൊരാളെ സഹായിക്കുക ഒരു മനുഷ്യന് അത് അസാധ്യമാണെങ്കിലും സാധ്യമാക്കുന്നത് ഉള്ളിലുള്ള സ്നേഹമാണ് അത് സാധ്യമാക്കുന്നത്. നമുക്ക് നമ്മളെ ശത്രുക്കളെ സഹായിക്കണം, പക്ഷെ നമ്മളെ സാഹചര്യം വളരെ മോശമാണ്. പക്ഷെ ശത്രുവായിരിക്കുന്ന ഒരു വ്യക്തി ഒരു ആക്സിഡന്റോ രോഗാവസ്ഥയിലൊക്കെ ആണെങ്കിൽ ഒന്ന് പോയി കാണുക, അല്ലെങ്കിൽ ആ വ്യക്തിയെ ഒന്ന് സഹായിക്കാൻ എന്തെങ്കിലും തരത്തില് നമ്മൾ ആ വ്യക്തിയെ സഹായിക്കാനുള്ള ഒരു ചിന്ത വരിക, അതെങ്ങനെ അത് എത്തിക്കാം അല്ലെങ്കിൽ അത് എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളൊരു വെറോനിക്കയുടെ അനുഗ്രഹ കൃപയിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ സാഹചര്യം മോശമായിരിക്കാം, നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. കാരണം നീ എന്നെ വേദനിപ്പിച്ചവരല്ലേ, നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നു, നിന്നെ ദ്രോഹിച്ചവരല്ലേ, നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ഇങ്ങനെ പല പല കുറ്റപ്പെടുത്തലുകളും ചിന്തകളും മോശമായ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ തരുന്നവരുടെ നടുവില് ഇല്ല. ഞാൻ ഈശോയുടെ മകനും മകളും ആണെങ്കിൽ ഈശോ പ്രവർത്തിച്ചത് അങ്ങനെയാണല്ലോ എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ഈശോ ജീവിച്ചത് ശത്രുക്കൾക്കും വേണ്ടി കൂടിയായിരുന്നല്ലോ, ഈശോ പ്രാർത്ഥിച്ചത് ശത്രുക്കൾക്കും വേണ്ടിയായിരുന്നു. ഇവിടെ വെറോനിക്കയുടെ ഹൃദയത്തില് ഈശോയോടുള്ള ആ അളവറ്റ, അതായത് മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയില് അവളുടെ ഹൃദയം ഈശോയുടെ സ്നേഹത്താൽ നിറഞ്ഞിരുന്നു. ഈ സ്നേഹമാണ് അവളെ പ്രതിബന്ധമായിരിക്കുന്ന സ്വന്തം ജീവനെ പോലും പണയം വെച്ച് സ്വന്തം ജീവന്റെ വിലയേക്കാൾ തന്റെ പ്രിയപ്പെട്ട ഗുരുവിന് കൊടുത്ത സ്നേഹമാണ് ആ മുഖത്ത് തുവാലകൾ കൊണ്ട് രക്തമെല്ലാം ഒപ്പിയെടുക്കുവാനായിട്ട് ഏറ്റവും നല്ല വേദനയില്ലാത്ത വിധത്തില് ആ തുണി കൊണ്ട് ആ മുഖം തുടച്ചു മാറ്റുവാനും വെള്ളം കൊടുത്ത് ആശ്വസിപ്പിക്കുവാനൊക്കെ ആഗ്രഹിച്ചത്. ഇവിടെ വെറോനിക്കയ്ക്ക് അവിടെ വെച്ച് യജമാനരുടെ വഴക്കും ചീത്തവിളിയും അടിയൊക്കെ കിട്ടാൻ സാധ്യതകളുണ്ടായിരുന്നിട്ടും അവൾ അത് ഗൗനിക്കാതെയാണ് പ്രവൃത്തി ചെയ്തത്. ആ പ്രവൃത്തിയേക്കാൾ ഉള്ളില് ദൈവം വെറോനിക്കയുടെ ഹൃദയത്തിന്റെ ആഴമായ സ്നേഹത്തെ അളക്കുകയായിരുന്നു. നമ്മുടെ ഓരോ പ്രവൃത്തിയെയല്ല അളക്കുന്നത്, നമ്മുടെ ചിന്തകളിൽ കൂടി വന്ന ആ ചിന്തയെയാണ് ദൈവം അളക്കുന്നത്. ഹൃദയത്തിലാണ് എല്ലാ ചിന്തകളുടെയും വേര് ഊന്നിയിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും ചെറിയ പ്രവൃത്തിയാണെങ്കിൽ പോലും എന്ത് ലക്ഷ്യത്തോടുകൂടെയാണ് അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് ദൈവം ഉറ്റുനോക്കുന്നുണ്ട്. ഏത് സാഹചര്യമാണെങ്കിലും അത് ഉറ്റുനോക്കുന്നത് എന്റെ പ്രവൃത്തിയിലേക്കല്ല, ഞാൻ ചിന്തിക്കുന്ന ചിന്തകളിലേക്കാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ. ദൈവമേ, ഹൃദയങ്ങളെ പരിശോധിക്കുമ്പോൾ ഞാൻ തെറ്റുകാരിയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ഈശോയെ, ഞങ്ങളുടെ സമയവും സാഹചര്യവും ഒക്കെ ഞങ്ങളുടെ ഇഷ്ടത്തിന് സ്വാർത്ഥതയ്ക്കും വേണ്ടിയായി ഞങ്ങളുടെ ഔദാര്യപൂർണമായ ഓരോ പ്രവൃത്തിയും, ഞങ്ങളുടെ ലക്ഷ്യമില്ലാത്ത ചിന്തയില്ലാത്ത ഓരോ പ്രവൃത്തിയും ഞങ്ങൾക്ക് തന്നെ ഹാനികരമായ അപകടം വരുത്തി വെക്കാനിടയാക്കുന്ന ഓരോ മേഖലകളെയും ദൈവമേ അവിടുന്ന് കരുണയോടെ ഞങ്ങളുടെ അറിവില്ലായ്മയോടെ ക്ഷമിച്ച് ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് ആഗ്രഹിച്ചു. ആറാം സ്ഥലം വെറോനിക്ക മിശായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഞങ്ങളങ്ങനെ കുമ്പിട്ടാൽ സ്തോത്രം ചെയ്യുന്നു. എന്തെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെയും ഞങ്ങളെയും വീണ്ടും രക്ഷിച്ചു.
ഭക്തിയായ വെറോനിക്ക മിശിഹായെ കാണുന്നു. അവളുടെ ഹൃദയം സഹതാപത്താൽ നിറഞ്ഞു. അവൾക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കണം. പട്ടാൾക്കാരുടെ മധ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. പരമാർത്ഥ ഹൃദയർ അവിടത്തെ കാണും. അങ്ങിൽ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ല. അവൾ ഭക്തിപൂർവ്വം തന്റെ തൂവാലയെടുത്തു, രക്തം പുരണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു. എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി, ആരെയും കണ്ടില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. പ്രവാചകൻ വഴി അങ്ങരുൾ ചെയ്ത ഈ വാക്കുകൾ എൻ്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്നേഹം നിറഞ്ഞ കർത്താവേ, വെറോനിക്കായെ പോലെ അങ്ങയോട് സഹതപിക്കാനും അങ്ങയെ ആശ്വസിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേ പീഡാനുഭവത്തിന്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടി തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, കൃഷ്ണാവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഏഴാം സ്ഥലത്ത് വെച്ച് ഈശോ മാരകമായ മുറിവോടുകൂടെ വീഴുന്ന അവസ്ഥ നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരുണയെ നിഷേധിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞങ്ങൾ സമയം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധമായ കൃപയെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധമായ അനുഗ്രഹം സ്വീകരിച്ച മനുഷ്യര് ദൈവത്തെ വഴിവക്കിലിട്ട് ചവിട്ടി അരയ്ക്കുമ്പോൾ അവരുടെ ചിന്തകൾക്കും ബുദ്ധികൾക്കും ആയി അവർ ജീവിക്കുമ്പോൾ അവരുടെ അറിവുകളും കഴിവുകളും അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഈശോയാണ് അവിടെ അപമാനിക്കപ്പെടുന്നത്, ഈശോയാണ് നിന്ദിക്കപ്പെടുന്നത്, ഈശോയുടെ സ്നേഹമാണ് അവിടെ ചവിട്ടി അരക്കപ്പെടുന്നത്, ഈശോയുടെ കരുണയാണ് അവിടെ വലിച്ചഴക്കപ്പെടുന്നത്. സ്വന്തം ബുദ്ധിയിലും ശക്തിയിലും അറിവിലും കഴിവിലും ആരോഗ്യത്തിലൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളില് ദൈവമേ അങ്ങയുടെ മഹത്വവും ശക്തിയും പ്രകടമാക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ നേരിയപ്പോഴും. ഏഴാം സ്ഥലം ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങളെ ഞങ്ങളെയും വേണ്ടി രക്ഷിച്ചു. ഈശോ ബലഹീനനായി വീണ്ടും നിലത്ത് വീഴുന്നു. മുറിവുകളിൽ നിന്ന് രക്തമൊഴുകുന്നു. ശരീരമാകെ വേദനിക്കുന്നു. ഞാൻ പൂഴിയിൽ വീണുപോയി. എന്റെ ആത്മാവ് ദുഃഖിച്ചു തളർന്നു. ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു. അവിടുന്ന് അതൊന്നും ഗണ്യമാക്കുന്നില്ല. എന്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനല്ലാതെ അവിടുന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. മനുഷ്യപാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശിഹായെ, അങ്ങയെ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല. ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു. അങ്ങേ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, എട്ടാം സ്ഥലത്ത് വെച്ച് ജെറുസലേം പുത്രിമാരുടെ ഹൃദയപൂർവമായ വേദനയോടുകൂടിയുള്ള കണ്ണുനീര് ഈശോ കാണുമ്പോൾ അത് ഈശോയ്ക്ക് വലിയ അനുകമ്പ തോന്നുന്ന സമയമാണ്. പ്രത്യേകമായിട്ട് നമ്മളെ സഹായിക്കുവാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, നമുക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുവാൻ ആരെങ്കിലുമൊക്കെ നമ്മുടെ ചുറ്റുമുണ്ടെങ്കിൽ
നമ്മുടെ സഹനത്തിന്റെ ആ ഒരു കഠിനത വളരെ നിസ്സാരമാക്കി മാറ്റുവാൻ ആ ഒരു സമയത്തിന് സാധിക്കും. കാരണം എനിക്ക് വേണ്ടി കരയുന്ന ഓരോ കണ്ണുനീരും നമ്മുടെ ആത്മാവിന് കൂടുതൽ ശക്തി പകരുന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും നമ്മുടെ പ്രതിസന്ധികളാവുന്ന വലിയ ആ ബലഹീനമായ അവസ്ഥകൾ അല്ലെങ്കിൽ നമുക്കെതിരെ നിൽക്കുന്ന ശക്തിയെ ദുർബലമാക്കുവാൻ ആ പ്രാർത്ഥനകൾക്ക് കഴിയും. നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുവാനുള്ള മനസ്സുള്ളവരുടെ ഇടയിൽ നമുക്കായിരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമേ അല്ലാത്ത അവസ്ഥയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ, നമുക്ക് അതിജീവിക്കുവാൻ, നമുക്കതിനെ അതിലംഘിക്കുന്ന ആ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കുവാനുള്ള ഒരു കരുത്ത് ദൈവം നമുക്ക് തരും. ഇവിടെ ഈശോ കുരിശ് ചുമന്നുകൊണ്ട് പോകുമ്പോ ഈശോ അല്പപ്രാണനായിട്ട് കടന്നു പോകുമ്പോ അവിടെ ആയിരിക്കുന്ന മക്കളിൽ ഈശോ നോക്കുന്നുണ്ട്, ആരെങ്കിലും എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. എന്നെ നോക്കുന്നവരുണ്ടോ, എന്നെ സ്നേഹിക്കുന്നവരുണ്ടോ എന്നൊക്കെ ഈശോ ഈ വേദനയുടെ ഇടയിലൊക്കെ നോക്കുന്നുണ്ട് പരതി. പക്ഷെ ആരെയും കാണുന്നില്ല. കാരണം ഈശോ എല്ലാവരുടെ ഹൃദയത്തിലേക്ക് നോക്കാൻ സാധിക്കുന്നത് കൊണ്ട് ഈശോയുടെ ആ ആ ഒരു സ്നേഹം ആരുടെ ഹൃദയത്തിലും കണ്ടില്ല. പക്ഷെ പോകുന്ന വഴിയിൽ കുറച്ച് സ്ത്രീകൾ ഈശോയെ ഹൃദയപൂർവ്വം സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു അനുഭവം ഈശോയ്ക്ക് കിട്ടിയപ്പോൾ വലിയൊരു ആശ്വാസവും അവരെ സ്നേഹപൂർവ്വം അനുകമ്പയോടുകൂടെ നോക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നു. അവിടെ ഈശോ പറയുന്നുണ്ട്, കടന്നു വരുന്ന ദുരിതങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കൂടുതൽ ശക്തിയോടുകൂടെ നേരിടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിനെന്ന്. അല്ല, പ്രശ്നങ്ങളെ ഞാൻ നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റിക്കൊള്ളാം, നിങ്ങൾ എനിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കിയത് മൂലം ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നുള്ളതല്ല. വരാനിരിക്കുന്ന മഹാദുരന്തങ്ങളുടെ മുമ്പില് നിങ്ങളുടെ ഈ കണ്ണുനീര് എനിക്ക് വലിയ ശക്തി പകരുന്നതനുസരിച്ച് നിങ്ങൾക്ക് നേരിടുന്ന പ്രതിസന്ധികളെ നിങ്ങൾക്ക് നേരിടുവാൻ ശക്തി ദൈവം തരും എന്നുള്ള ആ ഒരു പ്രവചനവും കൂടി ഈശോ നമുക്ക് നൽകുന്നുണ്ട്. ഓരോ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലും നമ്മൾ ഓരോ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്ന പ്രവൃത്തിയുടെ സമയങ്ങളിലും മറ്റുള്ളവർക്ക് വേണ്ടി ഏതെങ്കിലും തരത്തില് സഹായങ്ങളോ സ്നേഹവാഗ്ദാനങ്ങളോ സ്നേഹത്തിന്റെ സാന്നിധ്യമോ സ്വാധീനങ്ങളോ ഒക്കെ ചെലുത്തുമ്പോഴൊക്കെ അതൊരു നിക്ഷേപം തന്നെയാണ്. ഈശോയുടെ കൺമുമ്പിൽ കരഞ്ഞ ആ കണ്ണുനീര് ഒരു സ്വർഗീയ നിക്ഷേപമാക്കി അവരുടെ ജീവിതത്തിൽ ദൈവം ഉയർത്തിയിട്ടുണ്ട്. ആ മേഖലകളെല്ലാം നമ്മുടെ ഒരു കണ്ണുനീരും ഈശോ തന്നെ പറയുന്നുണ്ട് വചനത്തിൽ പേര് ശേഖരിച്ചിട്ടുണ്ട്. നമ്മൾ ഒഴുകിക്കളയുന്ന കണ്ണുനീര് എന്തോരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൊഴിഞ്ഞുപോയ മുടികൾ എത്ര എണ്ണമാണ് കൊഴിഞ്ഞു പോയതൊന്നും നമുക്കറിയില്ല, വ്യക്തമായിട്ട് ഒന്നും തന്നെ അറിയില്ല. ഒഴുക്കിയിട്ടുണ്ട്, കൊഴിഞ്ഞിട്ടുണ്ട്, എത്രമാത്രം അറിഞ്ഞൂടെ, എത്ര എണ്ണം, എത്ര തുള്ളി ഒന്നും അറിഞ്ഞൂടാ. എല്ലാം ഈശോ ശേഖരിച്ചു വെക്കുന്നുണ്ട്. ഓരോ നിക്ഷേപങ്ങളാണ് നമ്മളുടെ. ഇതെല്ലാം ബോധപൂർവം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുവാൻ ഈശോ ജെറുസലേം പുത്രികളോട് പറയുന്നത്, ഓരോ കണ്ണുനീരിനും ഞാൻ നിനക്ക് ഉത്തരം ആയി ഞാൻ നിന്റെ മുമ്പില് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കും എന്നുള്ള ഒരു വാഗ്ദാനം ദൈവം നമ്മളോട് പ്രദാനം ചെയ്യുമ്പോൾ അത് സ്വീകരിക്കുവാൻ ഒരു വിശ്വാസ തലം നമ്മളുടെ ഉള്ളില് ഉയർന്നു വരണം. നമുക്ക് പ്രാർത്ഥിക്കാം. മേരിപ്പോളും. 8-ാം സ്ഥലം, ഈശോ മിശിഹ ഓർസ്തേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തെ വേണ്ടി രക്ഷിച്ചു. ഓർസ്ലേത്തിന്റെ തെരുവുകൾ ശബ്ദായമാനമായി. പതിവില്ലാത്ത ബഹളം കേട്ട് സ്ത്രീജനങ്ങൾ വഴിയിലേക്ക് വരുന്നു. അവർക്ക് സുപരിചിതനായ ഈശോ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു. അവിടത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നി. ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു. ശൈത്യൻ കൊമ്പുകളും ജൈവിളികളും അവർ കണ്ണുനീർ വാർത്തു കരഞ്ഞു. അവരുടെ സഹതാപ പ്രകടനം അവിടത്തെ ആശ്വസിപ്പിച്ചു. അവിടുന്ന് അവരോട് പറയുന്നു, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓർസ്ലേം ആക്രമിക്കപ്പെടും. അവരും അവരുടെ കുട്ടികളും പട്ടിണി കിടന്ന് മരിക്കും. ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു. അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. എളിയവരുടെ സങ്കേതമായ കർത്താവേ, ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, അങ്ങേ ദാരുണമായ പീഡകൾ ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങൾ ഓർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങൾ പ്രലോഭനത്തിൽ പാപങ്ങളിൽ വീഴാനിടയാവരുത്. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരിശുദ്ധ ദൈവമാതാവേ, ദൈവമാതാവേ, 9ാം സ്ഥലത്ത് വെച്ച് ഈശോയുടെ പരിശുദ്ധമായ ആ വീഴ്ച നമുക്ക് വേണ്ടി ഈശോയുടെ പരിശുദ്ധമായ മുറിവുകളോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അനുഗ്രഹദായകമായ ആ സഹനങ്ങളെല്ലാം മനുഷ്യരോടുള്ള സ്നേഹത്തെ പ്രതി ഈശോ വീഴുകയാണ്. ഈ സമയം നമുക്ക് പ്രത്യേകമായിട്ട് 1-ാം പ്രമാണ ലംഘനം ആയിരിക്കുന്ന വ്യക്തികളുണ്ട്, സമൂഹങ്ങളുണ്ട്. കാരണം ഈശോയുടെ സ്വന്തം രക്തമാണ് പകരം കൊടുത്തത്. നമ്മള് പണത്തിന് പണം പകരം കൊടുക്കുന്നു. ഒരു വ്യക്തിയെ സഹായിക്കുവാൻ നമ്മുടെ ജീവനൊന്നും അല്ല പണയം വെക്കുന്നത്, നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളാണ്. പക്ഷെ ഈശോ നമുക്ക് നൽകിയത് സ്വന്തം ജീവനെ തന്നെയാണ്. കാരണം അത്രയും വെച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. പണത്തിന് പകരം പണവും ചിലപ്പോൾ കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും. വെച്ച പണത്തിനേക്കാൾ കൂടുതൽ കാശ്. ഇവിടെ അങ്ങനെയല്ല, പണമൊന്നുമല്ല, നമ്മുടെ സ്വന്തം ആത്മാവിനെ രക്ഷിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധമായ ശരീരമാണ് പകരം വെച്ചു കൊടുത്തത്. അവിടെ അത്രമാത്രം തത്തുല്യമായ, അതായത് ദൈവത്തിന്റെ ശരീരവും ആത്മാവും പോലെ തുല്യത ദൈവം നമ്മളെ കാണുന്നത് കൊണ്ടാണ് തന്റെ ശരീരത്തിൽ തന്നെ ഇത്രമാത്രം സഹനങ്ങൾ. അല്ലെങ്കിൽ ഈശോയ്ക്ക് എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ആ ദൈവത്തിന് ഇതെല്ലാം മാറിപ്പോട്ടെ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. ദൈവം തന്റെ പരിശുദ്ധി നിലനിർത്തിക്കൊണ്ട് പരിശുദ്ധമായ സഹനങ്ങളും പീഡനങ്ങളും എല്ലാം ഏറ്റെടുക്കുന്നത് ഈശോയെ സ്വയം ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മളെ വീണ്ടെടുക്കുകയായിരുന്നു. ഇന്നും ഈ ദൈവത്തെ വിശ്വസിക്കാത്ത എത്രയോ ക്രിസ്ത്യാനികളുണ്ട്. ഇന്നും ഈശോയുടെ സഹനങ്ങളെ ബോധപൂർവം തിരസ്കരിക്കുന്നവര്, നിന്ദിക്കുന്നവര്, അപമാനിക്കുന്നവര്, പരിശുദ്ധ കുർബാനയോട് അവഗണനയോടുകൂടി ആയിരിക്കുന്നവര് എത്രയോ മനുഷ്യരുണ്ട് ക്രിസ്ത്യാനികളിൽ തന്നെ. മറ്റു ജാതിയെ നമ്മൾ നോക്കണ്ട, അവർക്ക് അറിവില്ല. എങ്കിലും ഈശോ ആ സഹനങ്ങളെല്ലാം ഏറ്റെടുക്കുമ്പോൾ തളർന്നു പോവാണ്. സ്വന്തം പ്രിയപ്പെട്ട മക്കള് സ്വന്തം അപ്പനെ വിട്ടു പോകുമ്പോൾ, മറ്റുള്ളവരെ അന്വേഷിച്ചും ആഗ്രഹിച്ചും ആസ്വദിച്ചും അനുഭവിച്ചൊക്കെ കടന്നു പോകുമ്പോൾ അപ്പൻ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട്. തന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ മറ്റുള്ളവരുടെ കൂടെ അവര് സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വന്തം അപ്പന്റെ സന്തോഷവും സ്നേഹവും തിരസ്കരിച്ചുകൊണ്ടാണ് ആ പ്രവൃത്തി. അവിടെ അപകടകരമായ ഒരു മരണം ഉണ്ട്. നമ്മുടെ ജീവിത മേഖലകളിലുള്ള ആ അപകടകരമായ മരണത്തിന്റെ മുമ്പിൽ ദൈവം വീണുപോയ സമയങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഓമന. 9-ാം സ്ഥലം. ഈശോ 3-ാം പ്രാവശ്യം വീഴുന്നു. മുന്നോട്ട് നീങ്ങുവാൻ അവിടത്തേക്ക് ഇനി ശക്തിയില്ല. രക്തമെല്ലാം തീരാറായി. തല കറങ്ങുന്നു, ശരീരം വിറയ്ക്കുന്നു. അവിടെ നിന്ന് നിലം പതിക്കുന്നു. സ്വയം എഴുന്നേൽക്കാൻ ശക്തിയില്ല. ശത്രുക്കൾ അവിടത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു. ബലി പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല. അവിടുന്ന് നടക്കാൻ ശ്രമിക്കുന്നു. നീ പീഡിപ്പിക്കുന്ന ഈശോ ആകുന്നു ഞാനെന്ന് ശാവൂലിനോട് അരുളി ചെയ്ത വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു. ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ,
അങ്ങേ പീഡകളുടെ മുമ്പിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു. എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷണിച്ചു പോകുന്നു. പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു വേദന തീരും മുമ്പേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു. ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങയെ ഓർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. എന്തെന്നാൽ എന്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ. ക്രിസ്തുനായ എന്റെ പിതാവ്, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്ഥലത്ത് വെച്ച് ഈശോയുടെ പരിശുദ്ധമായ ശരീരത്തിൽ നിന്നും ആ വലിയ വേദനയോടുകൂടെ തന്നെ വസ്ത്രം ഉരിഞ്ഞു മാറ്റുന്ന അവസ്ഥയാണ് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ പരിശുദ്ധ ഭൂമേനിയിൽ ഈശോയുടെ ശരീരത്തിൽ നിന്നും ഈശോയുടെ പരിശുദ്ധമായ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റപ്പെടുമ്പോൾ നമ്മളുടെ ആത്മാവിന്റെ മേലുള്ള എല്ലാ പാപകടങ്ങളെയും ഈശോ തന്റെ പരിശുദ്ധമായ വസ്ത്രം ഉരിഞ്ഞു മാറ്റുപോലെ ഉരിഞ്ഞു മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. ശരീരത്തില് ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ പാപമേഖലകളെ ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ അറിവില്ലായ്മയിൽ കൂടി വന്നതുണ്ട്, അറിവുള്ള സമയത്ത് വന്നതുണ്ട്, ബോധപൂർവം ചെയ്ത പാപമുണ്ട്, ബോധമില്ലാതെ ചെയ്ത പാപമുണ്ട്. ആ മേഖലകളെല്ലാം ദൈവമേ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നത് ശരീരത്തിൽ തന്നെയാണ്. ആത്മാവിനേക്കാൾ ഭീകരമായ അവസ്ഥയിൽ ശരീരത്തില് അനേകം പാപം. അത് ബോധപൂർവം പാപബോധമില്ലാതെ ജീവിക്കുമ്പോഴും അതൊക്കെ അത് സർവ്വസാധാരണമാണെന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കുന്ന അവസ്ഥ. അത് വലിയ അപകടം വരുത്തും. കാരണം അനുതാപമില്ല, തെറ്റാണെന്ന ബോധ്യമില്ല, ദൈവഭയമില്ല, ദൈവത്തെ അറിയുന്നില്ല, കാണുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് എന്റെ ശരീരം എന്റെ സ്വന്തമാണ്, അതെന്ത് വേണമെങ്കിലും ചെയ്യാം, എനിക്ക് അധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ടെന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണ് ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മുടെ നമ്മളിലൊക്കെ ഉള്ളത്. നമ്മുടെ സ്വന്തം ശരീരം ആണെന്ന ഭാവേന നമ്മൾ ഉപയോഗിക്കുന്നത് കടം വാങ്ങിച്ച ശരീരമാണ്, കടം വാങ്ങിച്ച ശരീരം. ആ ശരീരത്തിന്റെ മേലെ യാതൊരു അധികാരവും നമുക്കില്ല എന്നുള്ള ബോധ്യം ഉണ്ടാവാൻ അനുഗ്രഹത്തിനായിട്ട് എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 10-ാം സ്ഥലം, ദിവരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഗാഗുൽത്തായിലെത്തിയപ്പോൾ അവർ അവിടത്തേക്ക് മീറ കലർത്തി വീഞ്ഞു കൊടുത്തു. എന്നാൽ അവിടുന്ന് അത് സ്വീകരിച്ചില്ല. അവിടുത്തെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാഗം എടുക്കുകയും ചെയ്തു. മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. അത് ആർക്ക് ലഭിക്കുമെന്ന് ചുറ്റിയിട്ട് തീരുമാനിക്കാമെന്ന് അവർ പരസ്പരം പറഞ്ഞു. എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എന്റെ മേലങ്കിക്ക് വേണ്ടി അവർ ചുറ്റിയിട്ടു എന്നുള്ള അങ്ങനെ അന്വർത്ഥമായി. രക്തത്തിൽ ഒട്ടുപിടിച്ച് വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട ബദുത്സഹമായ വേദന അനുഭവിച്ച മിശിഹായെ, പാപം നിറഞ്ഞ വഴി മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങയെ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ക്രിസ്തുനായ എന്റെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ.
പരിശുദ്ധ ദേവമാതാവേ, കൃഷ്ണനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നമുക്ക് പ്രത്യേകമായിട്ട് ഈശോയുടെ കരുണയില് പ്രാർത്ഥിക്കാൻ നമ്മൾ അനുഗ്രഹിക്കുവാൻ ഉയർത്തിയ കരങ്ങളെ നമുക്ക് അത് ആ ബോധ്യത്തോടുകൂടി സ്വീകരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു വേദനയോടുകൂടി ആയിരിക്കട്ടെ. കാരണം നമ്മൾ മനുഷ്യരുടെ കരങ്ങളിൽ നിന്ന് ഒത്തിരി സഹായങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം ആ സഹായങ്ങൾ സ്വീകരിച്ച് ആ സമയത്തുണ്ടായ സ്നേഹമല്ല, ഒരു വർഷമോ അല്ലെങ്കിൽ ഒരു മാസമോ കഴിയുമ്പോൾ ആ സ്നേഹത്തിന്റെ തീവ്രതയും തീക്ഷ്ണതയും കുറയും. അങ്ങനെയാണെങ്കിൽ ഈശോ 1000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി അനുഭവിച്ച ആ സഹനങ്ങള് ഈ നോമ്പുകാലത്ത് ജസ്റ്റ് ഓർത്ത് അങ്ങോട്ട് കടന്നു പോവുകയാണ്. ഈ അത്ര ഉള്ളൂ നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ. ഇത്ര നോമ്പുകാലത്തിന് വേണ്ടി മാത്രം ഓർക്കാനുള്ള ഒരു സമയമല്ല ഈശോയുടെ പരിശുദ്ധമായ പീഡാസഹനങ്ങള് അല്ലെങ്കിൽ ആ പ്രാർത്ഥനയല്ല. ഓരോ പ്രഭാതത്തിലും ദൈവം ദാനമായി തന്നത് വെറുതെ തന്നതല്ല, സഹിച്ചു തന്നതാ. ഒരുപാട് വേദനയോടുകൂടെ അധ്വാനിച്ച് നേടിത്തന്നതാ. ഒത്തിരി കഷ്ടതയോടുകൂടെയാണ് ഈശോ ഈ ലോകത്തിന്റെ മുമ്പിൽ പരിശുദ്ധനായിരുന്നിട്ടും നിന്ദിക്കപ്പെട്ടതും അപമാനിക്കപ്പെട്ടതും. ആ ഒരു അനുഗ്രഹ കൃപയോടെ ആണ് നമ്മളെ അനുഗ്രഹിക്കാൻ ഓരോ പ്രഭാതത്വവും തട്ടി ഉണർത്തുന്നത്, ആയുസ് തരുന്നത്, ഇന്നുവരെ അനുഗ്രഹിച്ചിട്ടുള്ളത്. പക്ഷെ നന്ദിയില്ലാതെ ജീവിക്കുന്ന ഓരോ മനുഷ്യനും വീണ്ടും വീണ്ടും ആണികളാല് ഈശോയെ തറച്ച് വെക്കുന്നുണ്ട്. ഞാനും നിങ്ങളും ആരും ഒട്ടും കുറവല്ലാത്ത തരത്തില് വിശ്വാസമുള്ളവരുണ്ട്, വിശ്വാസമില്ലാത്തവരുണ്ട്, അറിവോടുകൂടെയുള്ളവരുണ്ട്, അറിവില്ലാതെയുണ്ട്. നന്ദിയില്ലാതെ ജീവിക്കുമ്പോൾ വീണ്ടും വീണ്ടും ആണികളാൽ തറക്കപ്പെടുവാനുള്ള അവസരം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഓരോ സങ്കടങ്ങളും ദൈവമേ ഈ അനുവദിച്ച സഹനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു എന്ന് പറയാനുള്ള തുറവിയൊന്നും നമുക്കില്ലാതെ പോകുമ്പോൾ ഈശോയുടെ മുറിവുകള് ഭീകരമായ അവസ്ഥയിൽ അനുഭവിക്കുവാനായിട്ട് ഈശോയ്ക്ക് ഇടയാകുന്നു. എല്ലാം നന്ദിയില്ലാതെ ജീവിച്ചപ്പോ കടന്നുപോയ ദൈവത്തിന്റെ കരുണയെ നിഷേധിച്ചപ്പോ ഉണ്ടായിട്ടുള്ള ആ സമയങ്ങളെല്ലാം നമുക്ക് അറിവില്ല, അത്രമാത്രം വലിയ അറിവില്ല. അതുകൊണ്ട് ഈശോ ക്ഷമിക്കും. പക്ഷെ ക്ഷമിച്ചു എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും നന്ദിയില്ലാതെ ജീവിക്കുമ്പോൾ അത് നമ്മുടെ ആത്മാവിന് തന്നെ അപകടമാണ്. നന്ദിയില്ലാതെ ജീവിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ജയന്തി. 11 സ്ഥലം. ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെയും വേണ്ടി രക്ഷിച്ചു. ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആണി തറയ്ക്കുന്നു. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന, മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ. എങ്കിലും അവിടുത്തെ അധരങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരക്ഷകനായ കർത്താവെ, സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങയെ ലോകം കുരിശിൽ തറച്ചു. അങ്ങ് ലോകത്തിൽ നിന്ന് അല്ലാത്തതിനാൽ ലോകം അങ്ങയെ ദ്വേഷിച്ചു. യജമാനനേക്കാൾ വലിയ ഭൃത്യനില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ രക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഈശോയുടെ പരിശുദ്ധമായ ആ ശരീരത്തെ പൂർണ്ണമായും അതിക്രൂരമായ ആഗ്രഹമായിരുന്നു. ഈശോയുടെ മരണം ഒരു മനുഷ്യന്റെ നിസ്സഹായതയെ കണ്ട് ആസ്വദിക്കുക, അല്ലെങ്കിൽ ഇത്രമാത്രം ഹൃദയ കഠിനതയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവം തന്നെ നിശ്ചയിച്ചതാണല്ലോ ഈശോയെ ക്രൂശിക്കാനും ഈശോയുടെ ദാരുണമായ സഹനങ്ങൾക്ക് ഇടയാക്കുവാൻ
കഠിന ഹൃദയങ്ങൾ തന്നെ വേണമെന്ന് പിതാവായ ദൈവം തന്നെയാണ് സെലക്ട് ചെയ്തത് പട്ടാളക്കാരെ. മനുഷ്യരത് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അങ്ങനെ സെലക്ട് ചെയ്യുമ്പോഴാണ് ആ കാര്യങ്ങൾ കൃത്യതയോടുകൂടെ നടക്കുകയുള്ളൂ. ഒരു ഹൃദയത്തില് ആ ഒരു അവസ്ഥയിൽ നിന്നും ഒരു താളം തെറ്റുന്നുണ്ടെങ്കിൽ ഈശോ അത്രമാത്രം വേദനിക്കില്ല. അപ്പൊ വേദനിക്കാതിരിക്കുമ്പോ നമ്മുടെ ആത്മാവിന്റെ കടങ്ങൾ പൂർണ്ണമായും വീട്ടപ്പെടാനും സാധ്യതകൾ കുറയും. അതുകൊണ്ട് ലോകത്തിൽ വെച്ച് ഏറ്റവും കഠിന ഹൃദയരായ ക്രൂരഹൃദയരായ മനുഷ്യരെ അന്ന് ആരാണോ ഇതിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ട പുരോഹിതരും പരിസയരും സദുക്കായരും അവരുടെ ഇടയിൽ നിന്നൊക്കെ ഏറ്റവും സെലക്റ്റീവായിട്ടുള്ള ചിന്തകളോടുകൂടെയുള്ള കഠിന ഹൃദയരായ മനുഷ്യരെ തന്നെയാണ് ദൈവം അവിടെ ഈശോയെ വേദനിപ്പിക്കുവാൻ, കഠിനമായി ദ്രോഹിക്കുവാൻ ഉപയോഗിച്ചത്. അത് അവരുടെ സെലക്ഷൻ ആയിരുന്നില്ല, യഥാർത്ഥത്തില് ദൈവത്തിന്റെ സെലക്ഷൻ ആയിരുന്നു. ഇത്രമാത്രം വേദനിക്കണം എന്നുള്ളത് പിതാവിന്റെ ആഗ്രഹം ആയിരുന്നതിന്റെ ഒന്നാമത്തെ കാരണം നമ്മളോടുള്ള സ്നേഹമാണ്. പ്രഥമമായ കാരണം നമ്മുടെ ആത്മാവ് ദൈവത്തിലേക്ക് എത്തണം. കാരണം ദൈവത്തിന്റെ അടുത്ത് നിന്നാണ് നമ്മൾ പോകുന്നത്, ദൈവത്തിലേക്ക് തന്നെ തിരിച്ചെത്തണം. അപ്പോ തിരിച്ചെത്തുക എന്നുള്ളത് ഭയങ്കര പ്രയാസമാണ്. അപ്പൊ അതിന് തത്തുല്യമായ ആ പിഴ കൊടുക്കണം, തത്തുല്യമായ പരിഹാരം ചെയ്യണം. അതിന് ഈ ഭൂമിയിൽ ആകെ ഉള്ളത് ആരാ? പരിശുദ്ധ അമ്മയാ. അപ്പോ അമ്മയെ എങ്ങനെ ക്രൂശിക്കും? അമ്മ വഴിയാണ് ഈശോയുടെ പരിശുദ്ധമായ സഹനങ്ങളെ ഓരോന്നോരോന്ന് ചേർത്ത് വെച്ച് അത് ഒരുക്കിയത്. ഊനമറ്റ ഒരു ആൺകുഞ്ഞിനെ തന്നെയാണ്, ആണാടിനെ തന്നെയാണ് ബലിയർപ്പിക്കേണ്ടതെന്ന് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോ ഈശോ തന്നെ വരണം, വേറെ ആരും ഇല്ലേ ഭൂമിയിൽ. അത്രമാത്രം തന്റെ പുത്രനോട് സ്നേഹം ഐക്യപ്പെട്ട് നിന്നിട്ട് പോലും ആ പുത്രനെ ലോകത്തിന്റെ മുമ്പിൽ വിട്ടുകൊടുക്കണമെങ്കിൽ, മനുഷ്യരോടുള്ള സ്നേഹം മനുഷ്യന് തിരിച്ചറിയണമെങ്കിൽ മനുഷ്യൻ മരിക്കേണ്ടതായി വരും. ജീവനോടുകൂടെ ആയിരിക്കുമ്പോൾ ആ ചിന്തകളെ നമുക്കത് ബോധപൂർവം മനസ്സിലാക്കി നമ്മൾ ആ ചിന്ത കൊണ്ട് തന്നെ നമ്മൾ മരിച്ചു പോകും. ആ ചിന്ത നമ്മളെ ഭരിക്കാൻ ഒരു സെക്കൻഡ് പോലും ദൈവം അനുവദിക്കാത്തതിന്റെ കാര്യം നമ്മള് വേദനിച്ചു മരിച്ചു പോകും. അപ്പൊ അനുതപിച്ച് മരിക്കാനാണ് ദൈവത്തിന്റെ ഇഷ്ടം. അതുകൊണ്ടാണ് ഈശോ അത്രമാത്രം സഹനങ്ങൾ ഏറ്റെടുത്തത്. മനുഷ്യൻ വേദനിച്ച് മരിക്കാനല്ല, മനുഷ്യൻ അനുതപിച്ച് മരിക്കുന്നതിലാണ് ദൈവത്തിന്റെ ആഗ്രഹം. അനുതാപമില്ലാതെ മരണപ്പെട്ടു പോകുന്ന ഒരുപാട് മക്കളുണ്ട്. ആത്മാവ് നശിക്കുന്നത് അനുതാപമില്ലാതിരിക്കുന്നത് കൊണ്ടാണ്. നരകത്തിലേക്ക് പോകുന്നതിന്റെ പ്രഥമമായ കാരണം അനുതാപം ഇല്ല എന്നുള്ള ആത്മാവിന്റെ അവസ്ഥയാണ്. അപ്പോൾ നമ്മള് കൊല ചെയ്യപ്പെടുമ്പോഴും അല്ലെങ്കിൽ ദാരുണമായി ആത്മഹത്യയിൽ കൂടിയോ പലവിധ പക്ഷെ ആത്മാവിന്റെ ആ ലാസ്റ്റ് മൊമെന്റ് എന്താണെന്നുള്ളതാണ് ദൈവം കണക്കൂട്ടുന്നത്. പ്രത്യേകം പ്രാർത്ഥിക്കാം. അനുതാപമില്ലാതെ മരണപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടാനിടയാവുന്ന ദാരുണമായ മരണങ്ങൾക്ക് ഇരയാകുന്ന, ഇന്ന് മരണമെന്ന സത്യത്തിൽ കൂടി കടന്നു പോകാനിടയുള്ള, ഇന്നുവരെ മരിച്ചുപോയ കര, കടൽ, ആകാശം ഈ മേഖലകളിൽ കൂടി വരെ മരിച്ചുപോയ, നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടുള്ളതും പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്തതുമായ എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലില്ലി സെബാസ്റ്റ്യൻ. 12 സ്ഥലം. ഈശോ മിശിഹാ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവിടത്തെ അവർ കുരിശിൽ തറച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. മാതാവും മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിന് താഴെ നിന്നിരുന്നു. ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോടും അവിടുന്ന് അരുൾ ചെയ്തു. 3 മണി സമയമായിരുന്നു. എൻ്റെ പിതാവേ, അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നരുൾ ചെയ്ത് അവിടുന്ന് മരിച്ചു. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടു. 6 മണി വരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറിപ്പോയി. ഭൂമി ഇളകി, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടുനിന്നവർ മാർത്തടിച്ചും കൊണ്ട് മടങ്ങിപ്പോയി. എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട്, അത് പൂർത്തിയാകുന്നത് വരെ ഞാൻ അസ്വസ്ഥനാകുന്നു. കർത്താവെ, അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു. അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി. എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും. ഞാനും ഒരു ദിവസം മരിക്കും.
അന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ. എൻ്റെ പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി. ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുതേ. ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് ഞങ്ങളുടെ സമയത്തും ഞങ്ങളുടെ കർത്താവേ, അനുഗ്രഹിക്കണമേ. തിരുമുറകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14 സ്ഥലത്ത് വെച്ച് ഈശോയെ കല്ലറയിൽ സംസ്കരിക്കുന്ന സമയമാണ് പ്രാർത്ഥിക്കാൻ. 13-ാം സ്ഥലം 13-ാം സ്ഥലം. ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ മടിയിലേക്ക് ഈശോയെ ഇറക്കി, കുരിശിൽ നിന്ന് ഇറക്കി പരിശുദ്ധ അമ്മയുടെ മടിയിലേക്ക് കൊടുക്കുന്ന സമയം ഹൃദയമായിട്ട് ഈശോയുടെ കരുണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ മടിയിൽ കിടക്കുന്ന ഈശോയെ ഏറ്റവും വേദനയോടുകൂടി സ്വീകരിച്ച ആ സമയം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം സ്വന്തം അമ്മയുടെ മുമ്പില് ഈശോ പടഞ്ഞു വിടഞ്ഞ് മരിക്കുന്നത് പരിശുദ്ധ അമ്മ വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. പരിശുദ്ധൻ, ദൈവം, പുത്രൻ, ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി, അങ്ങനെ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറയുമ്പോൾ അതിനോട് അത്രമാത്രം സ്വാധീനം ചെലുത്തി നിന്ന ഏക വ്യക്തി ദൈവത്തിന്റെ ഏക മകളും മണവാട്ടിയും മാതാവും ആയ പരിശുദ്ധ മറിയം മാത്രമായിരുന്നു. എല്ലാ വേദനയും ഒരു ഹൃദയം സ്വീകരിക്കുക എന്നത് മനുഷ്യനെ സങ്കല്പിക്കാൻ കഴിയാത്ത വിധം എങ്കിലും അമ്മ ദൈവത്തിന്റെ മുമ്പില്, ദൈവം കൊടുത്ത ശക്തിയിൽ ആശ്രയിച്ച് ആ കുരിശിന്റെ മുമ്പില് സ്വന്തം പുത്രൻ ഒരു തുള്ളി ഉറ്റുവെള്ളം യാചിക്കുന്നുണ്ട്. അമ്മ കൊടുക്കാൻ പറ്റാത്ത വിധം ഹൃദയം വിങ്ങിയ വേദന, ഹൃദയം പൊട്ടുന്ന വേദനയിൽ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ അവിടെയെല്ലാം അമ്മ നിശബ്ദം പാലിച്ചത് നമുക്ക് വേണ്ടിയായിരുന്നു. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അമ്മയുടെ മടിയിൽ കിടക്കുന്ന ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഏറ്റവും ചെറിയ തിരുവോസ്തിയായി തരുമ്പോൾ ഈ കുരിശിന്റെ വഴി യാത്രയുടെ അവസാനമാണ് അൾത്താരയിൽ പൂർത്തീകരിക്കുന്നത്. അൾത്താരയിൽ പൂർത്തീകരിച്ച ഈശോയെയാണ് നാവിലേക്ക് തരുന്ന ജീവന്റെ അപ്പമായി മാറുന്നത്. അത് ബോധപൂർവം മനസ്സിലാക്കി വിശ്വസിച്ച് സ്വീകരിക്കുമ്പോഴാണ് ജീവന്റെ അപ്പമായി മാറുന്നത്. അല്ലെങ്കിൽ യൂദാസ് സ്വീകരിച്ച അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും ഓരോ മക്കളും കടന്നു പോകും. വിശ്വാസമില്ലാതെ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോയെ അപമാനിക്കുന്നതിനേക്കാൾ ഭീകരമായ പാപം ഞാനും നിങ്ങളും ഒക്കെ ഓരോ സമയങ്ങളും ചെയ്യുന്നുണ്ട്. മേഖലകളെല്ലാം എന്നെ വിശ്വാസമില്ലാതെ, ദൈവത്തിന്റെ കരുണയും കൃപയും തിരിച്ചറിയാതെ, ദൈവത്തിന്റെ മുമ്പിൽ ആയിരിക്കുന്ന ഓരോ മേഖലകളെയും ഓരോ വ്യക്തികളെയും പരിശുദ്ധ കുർബാനയോടും അൾത്താരയോടും കാണിക്കുന്ന അവഗണനയിലായിരിക്കുന്ന ഓരോ മക്കളെയും ഇവരുടെ കരുണയിലേക്ക് ചേർത്ത് വെച്ച് മണിയമ്മ. 13-ാം സ്ഥലം. മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ലോകത്തെയും ഞങ്ങളെയും രക്ഷിച്ചു. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റേന്ന് ശാബതമാകും. അതുകൊണ്ട് ശരീരങ്ങൾ രാത്രി കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂതന്മാർ പറഞ്ഞു. എന്തെന്നാൽ ആ ശാബതം വലിയ ദിവസമായിരുന്നു. തന്മൂലം കുരിശിൽ തറയ്ക്കപ്പെട്ടവരുടെ കണങ്കാലുകൾ തകർത്ത് ശരീരം താഴെ ഇറക്കണമെന്ന് അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. ആകയാൽ പടയാളികൾ വന്ന് മിശിഹായോട് കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കണങ്കാലുകൾ തകർത്തു. ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കണ്ടതിനാൽ അവിടുത്തെ കണങ്കാലുകൾ തകർത്തില്ല. എങ്കിലും പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. അനന്തരം മിശിഹായുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിന്റെ മടിയിൽ കിടത്തി. ഏറ്റവും വ്യാകുലയായ മാതാവേ,
അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കുവാൻ കഴിയും? ഉണ്ണിയായി പിറന്ന ദൈവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തതു മുതൽ ഗാഗുൽത്താവരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു. അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളോർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. ഒരു നാലാം സ്ഥലത്ത് വെച്ച് ഈശോ തന്റെ ശരീരത്തെ ഈ കളറയിൽ സംസ്കരിക്കപ്പെടുവാൻ ദൈവം നിശ്ചയിച്ച പ്രകാരം കടം വാങ്ങിയ കളറയില് ഈശോയെ സംസ്കരിക്കുന്ന സമയം ദൈവമേ, ഒരു ദരിദ്രനെ പോലെ ജനിക്കാനും ദരിദ്രമായി ജീവിക്കാനും ദരിദ്രനായി മരിക്കാനും ദൈവം നിശ്ചയിച്ച പ്രകാരം എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുവാനും അവിടെ നിടയാക്കിയ ആ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ദൈവം അത്രമാത്രം ശ്രദ്ധയോടുകൂടെയാണ് ഓരോ ചുവടും മുന്നോട്ട് 33 വർഷം കടന്നുപോയത്. നമ്മളിപ്പോ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു വ്യക്തി, അത് എല്ലാ കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റാറില്ല. ഒന്നോ രണ്ടോ കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ അത് പൂർത്തീകരിക്കാൻ, അത് അറ്റം വരെ എത്തിക്കാനൊന്നും സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈശോ ഈ ഭൂമിയിൽ ചെയ്ത കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, എല്ലാം പൂർത്തിയായി എന്നാ പറഞ്ഞാൽ മരിക്കുന്നത്. ഭൂമിയിലെ മനുഷ്യർക്ക് പറയാൻ പറ്റാത്തൊരു വാക്കാണ് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞു. മരിക്കാൻ പറ്റുന്നില്ല. എല്ലാം പൂർത്തിയാക്കാൻ മനുഷ്യന് സാധിക്കില്ല. പക്ഷെ ഈശോ എല്ലാ വിശുദ്ധരോടും പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അത് ചെയ്യാനുള്ള ആഗ്രഹത്തോടുകൂടെ ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടെ ചെയ്യുക. ആദ്യമൊക്കെ നമുക്ക് തീഷ്ണതയുണ്ടാവും. ഒരു ധ്യാനമൊക്കെ കൂടുമ്പോൾ ആദ്യത്തെ ഒരാഴ്ചത്തെ തീഷ്ണത ആയിരിക്കില്ല അടുത്ത ആഴ്ച. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് അവസാനം ഒന്നും ഇല്ലാണ്ടായി പോകും. ഇവിടെ ആദ്യത്തെ തീഷ്ണത മരണം വരെ നമുക്ക് നിലനിൽക്കണമെങ്കിൽ നന്നായിട്ട് അധ്വാനിക്കണം. അതുകൊണ്ട് ഈശോ പറയുന്നത് മരണം വരെ വിശ്വസ്തരായിരിക്കുക എന്ന്. നിത്യജീവന്റെ കിരീടം ഞാൻ നിനക്ക് നൽകുമെന്ന് പറയുന്നതിന്റെ കാര്യം, മരണം വരെ എന്ന് പറയാൻ എപ്പോ വേണമെങ്കിലും മരിക്കാം. വയസ്സായി തന്നെ, പൂർണ്ണ വയസ്സായി തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. എപ്പോ വേണമെങ്കിലും മരിക്കാം. പക്ഷെ എന്റെ ആ ഒരു തീഷ്ണത നീണ്ടു നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഈശോ ആ ഒരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത് സാധിക്കാതെ പോവുകയും അതുവഴി ചെന്ന പാപ മേഖലകളുടെ സ്വാധീനം അത്രമാത്രം വലുതായി നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ആദ്യത്തെ ആ ഒരു സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന മക്കള്, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങള്, സമൂഹങ്ങള്, സഭയുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയ അവസ്ഥകളെല്ലാം നമുക്ക് ഈ മരണം വരെ എന്നുള്ള വാക്ക് നമ്മുടെ ചിന്തകളിൽ നിന്നും നമ്മുടെ ബുദ്ധിയുടെ ഓർമ്മകളിലൊക്കെ എടുത്തു മാറ്റുന്നത് ലോകത്തിന്റെ ചിന്തയോട് ഐക്യപ്പെടുമ്പോൾ നമുക്ക് ഈ തീഷ്ണതയെ കുറയും, വളരെ ദുർബലമാവും. അപ്പൊ നമുക്ക് മരണം നിത്യനാശത്തിലേക്ക് പോകാനുള്ള ഒരു തുറവിയിലേക്ക് പിശാച് കൊണ്ടുപോകും. അപ്പൊ അവന്റെ സാമ്രാജ്യത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ എത്തിക്കാൻ അവന് സാധിക്കും. പക്ഷെ അതിനോട് മത്സരിച്ചും മത്സരിച്ചൊക്കെ ജീവിക്കണമെങ്കിൽ നമ്മുടെ സ്വന്തം കഴിവോ ശക്തിയോ ഒന്നും സാധിക്കില്ല. ദൈവത്തിന്റെ കൃപ തന്നെ വേണം. ആ ഒരു മേഖലകളെ നമുക്ക് ഈശോയ്ക്ക് തന്നെ സമർപ്പിക്കാം. നമുക്ക് മരണം വരെ വിശ്വസ്തരായി മരിച്ചു ജീവിക്കാൻ കിട്ടുന്ന ഒരു അവസരം, വിശുദ്ധ ഗണങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വലിയ ഒരു അനുഗ്രഹമാണ്, കൃപയാണ്. ഇന്ന് ആ ഒരു കാര്യം അറിയാതെ മരണപ്പെട്ടു പോകുന്ന ലക്ഷക്കണക്കിന് മനുഷ്യര് നാശത്തിലേക്ക് ദുഷ്ടം വലിച്ചഴിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരുപാട് കൃപയുള്ളവരുണ്ടാവും, ഒട്ടും തന്നെ ദൈവത്തെ അറിയാത്തവരുണ്ടാവും. പലതരത്തിലുള്ള മനുഷ്യരുണ്ട്. ഒരുപാട് തീഷ്ണതയെ ജീവിച്ചവരുണ്ടാവും,
വിശ്വാസം ജീവിച്ചവരുണ്ട് എല്ലാവരും പോകാൻ ശാശ്വതയാക്കുന്ന അതുകൊണ്ടാണ് സ്വർഗസ്നായുള്ള പിതാവേ എന്നൊരു പ്രാർത്ഥനയിൽ പ്രലോഭനങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തരുതേ എന്ന് പറയുന്നത്. എല്ലാം വ്യക്തമായി നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഉപയോഗിച്ചെന്നുള്ള എന്റെ കൃപ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആത്മാവിന്റെ അവസാന മണിക്കൂറിലേക്കാണത് നിക്ഷേപിക്കപ്പെടുന്നതെന്ന് തിരിച്ചറിയാതെ ഈ ലോകം വിട്ടു പോകുന്ന എല്ലാ മക്കളെയും ഈ സമയം ഓർത്ത് ഈശോയുടെ ഈ മരണത്തിന്റെ അവസാന മണിക്കൂർ കടന്നു പോയപ്പോ അമ്മ അനുഭവിച്ച എല്ലാ വേദനയോടും ചേർത്ത് ഇന്ന ദിവസം മരണവേദന കൂടി കടന്നു പോകുന്ന ഇതുവരെ മരിച്ചുപോയ എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മേരിപ്പോൾ 14 സ്ഥലം. ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കൂടുതൽ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. അനന്തരം പീലാത്തോസിന്റെ അനുവാദത്തോടെ റംസാൻകാരനായ യൗസേപ്പ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു. 100 റാത്തലോളം സുഗന്ധക്കൂട്ടുമായി നിക്കോദമോസും അയാളുടെ കൂടെ വന്നിരുന്നു. യൂതന്മാരുടെ ആചാരമനുസരിച്ച് പച്ചകളും പരിമള ദ്രവ്യങ്ങളും കൊണ്ട് ശരീരം പൊതിഞ്ഞു. ഈശോയെ കുരിശിൽ തറച്ചെടുത്ത് ഒരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. ശാബദം ആരംഭിച്ചിരുന്നത് കൊണ്ടും കല്ലറ അടുത്തായിരുന്നത് കൊണ്ടും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു. അങ്ങ് എന്റെ ആത്മാവിനെ അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കുകയുമില്ല. അനന്തമായ പീഡകൾ സഹിച്ച മിശിഹായെ അങ്ങയോട് കൂടി മരിക്കുന്നവർ അങ്ങയോട് കൂടെ ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങയോട് കൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. രാവും പകലും അങ്ങേ പീഡാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റേനരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങേ രഞ്ജിപ്പിക്കുവാൻ സ്വയം വലിയ വസ്തുവായി തീർന്ന പ്രിയപുത്രനെ എതിർക്കാൻ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ കാവൽത്തായ ചിന്തി തിരുവറ്റം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുവറ്റത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങേ കാരുണ്യം ഇതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പാപരിഹാര ബലിയും ഗവനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രനാണ് തറക്കപ്പെടുകയും കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുറിച്ച് മരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രനായ ആരാധനയും കൃഷ്ണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്രോതരെ പോലെ ഭൂമിയിലുമാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു.
മനസ്സാപ്രകരണം എന്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനുമായി ഞാൻ ഗ്രഹിക്കപ്പെടുവാൻ യോഗ്യനും അവർക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ നിങ്ങൾ അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു. കുരിശിന്റെ വഴി പ്രാർത്ഥനയുടെ ദണ്ഡമോചന പ്രാർത്ഥന. ഈശോയെ പരിശുദ്ധ അമ്മയുടെ നിയോഗങ്ങൾക്കും ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്കും ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും കുരിശിന്റെ വഴി നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനം ലഭിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുരിശിന്റെ വഴി പ്രാർത്ഥിക്കുവാൻ സഹായിക്കുന്ന ഞങ്ങൾക്ക് അതിൽ നൽകപ്പെട്ടിട്ടുള്ള വിമോചനങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.